ഈ വിഷയത്തിൽ ഒരു വലിയ പ്രതിഷേധമല്ല രേഖപ്പെടുത്തിയത്, മറിച്ച് ഒരു താൽക്കാലികമായി അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു പ്രതികരണം എന്ന നിലയിൽ മാത്രമാണ്. ഇറാൻ അടിച്ചത് ഖത്തറിനെ അല്ല എന്ന് കൃത്യമായി അറിയുന്നു ഖത്തറിനെ മുൻകൂട്ടി അറിയിച്ചതുമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത അതുമായി നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇറാൻ ഖത്തറിന് നന്ദി പറയുകയാണ്. ഇറാൻ താങ്ക്സ് ഖത്തർ ഫോർ കൺസ്ട്രക്റ്റീവ് റോൾ ഇൻ ഡി എസ്കലേഷൻ. ഈ ഒരു യുദ്ധം കൂടുതൽ പടരുന്നതിൽ തടഞ്ഞു വെക്കുന്ന നിലപാട് സ്വീകരിച്ച, അതിനെ പ്രതിരോധിച്ച ഖത്തറിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും അതേപോലെ തന്നെ അവരുടെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കൂടിയായിട്ടുള്ള മാജിദ് തഖ്ത് റാവഞ്ചി എന്ന് പറയുന്ന അവരുടെ മന്ത്രി തന്നെ ഇപ്പോൾ ഖത്തറിന് ഒരു നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഏറ്റവും നിർമ്മാണാത്മകമായ ഒരു റോൾ തന്നെയാണ് ഖത്തർ വഹിച്ചത് എന്ന് മാത്രമല്ല, ആ പ്രസ്താവനയിൽ പറയുന്നത് രണ്ട് രാജ്യങ്ങളും ഖത്തറും ഇറാനും തമ്മിൽ ഏറ്റവും നല്ല സൗഹൃദ രാജ്യങ്ങളാണ് എന്നും അതോടൊപ്പം തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ചില ഇൻട്രസ്റ്റുകൾ കൂടി, കോമണായ പൊതു താല്പര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് കൂടി ആ ട്വീറ്റിൽ പറയുകയാണ്. അപ്പോൾ ഈ ഖത്തറിൻ്റെ പ്രതികരണം അത് സ്വാഭാവികമായും ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു തരത്തിലുള്ളതല്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒന്നിച്ചു പോവുക തന്നെയാണ് വേണ്ടത് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും പശ്ചിമേഷ്യയിലെയും ഏത് പ്രശ്നങ്ങളിലും ഒരു മധ്യസ്ഥ റോൾ എടുക്കുക അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടുക എന്ന നിലപാട് തന്നെയാണ് ദോഹ കഴിഞ്ഞ കാലങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതിലടക്കമുള്ള ഒരു നന്ദി പ്രകടനമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇസ്രായേലിൻ്റെ ഇനിയുള്ള നിലപാടാണ്. ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇനി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? ടെഹ്റാനെ ഇനിയും ഇസ്രായേൽ അടിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വീണ്ടും ഈ വെടിനിർത്തൽ എന്ന ഇപ്പോഴത്തെ പ്രതീതി ഇല്ലാതാക്കുന്നതായിരിക്കും. അതിന് ഇറാന് തിരിച്ചടിക്കേണ്ടി വരും. അത് സ്വാഭാവികമായും ഇറാൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തിലും അത് പ്രധാനമായിരിക്കും. എങ്ങനെയാണ് ഇസ്രായേലുമായും അമേരിക്കയുമായും വെടിനിർത്തിയതിന് എന്തൊക്കെ കരാറുകളാണുള്ളത്, അങ്ങനെ ഒരു കരാറുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഇനി വ്യക്തത വരാനുണ്ട്. ഏതെങ്കിലും ആകെ ഒരു ബാക്ക് ചാനൽ ഡിപ്ലോമസിയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് അല്ല കാര്യങ്ങളൊന്നും തന്നെ. അപ്പോൾ അമേരിക്കയും ഇറാനും ഇസ്രായേലും ചേർന്നിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ ഏതെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ ഉപാധികളാണ് ഇതിൽ മുന്നിൽ വെച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഇസ്രായേൽ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്? ഇറാന് എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളാണ് പുറത്തു വരിക. ഇപ്പോൾ ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒരു 24 മണിക്കൂറാണ് അതിന് സമയം കൊടുത്തത്. ആ 24 മണിക്കൂർ അവസാനിക്കുമ്പോൾ പൂർണ്ണമായും യുദ്ധങ്ങൾ തീരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. എന്തൊക്കെയായിരുന്നാലും ഇനി നെതന്യാഹു യുദ്ധത്തിന് പൂർണ്ണമായി ഒഴിവാവുകയും ഈ ഒരു വെടിനിർത്തലിന് പൂർണ്ണമായി വഴങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നെതന്യാഹുവിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തുകൊണ്ടാണ് നെതന്യാഹു ഈ യുദ്ധത്തിന് ഇറങ്ങിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊന്നും ഇപ്പോൾ പൂർത്തീകരിക്കാതെയാണ്, ആ ലക്ഷ്യങ്ങളൊന്നും നേടാതെയാണ് നെതന്യാഹു ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിന് വഴങ്ങിയിട്ടുള്ളത്. ഇറാനിലെ ആണവ ഭീഷണി ഇല്ലാതെയാക്കാനോ അവിടെയുള്ള നിലവിലെ ഭരണകൂടത്തെ മാറ്റാനോ ഒന്നും തന്നെ സാധിക്കാതെയാണ് ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് US പ്രസിഡന്റിനെ കിട്ടിയില്ല എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം.